അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന ടൈമും നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും, നോക്കിക്കോ. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈറ്റിൽ. ഇതൊന്നും ഇവിടെ പറ്റൂല കേട്ടോ എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൾക്കാരുണ്ട് എന്നെ നോക്കുന്നു. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് 11:25 ഫ്ലൈറ്റ്. ഇപ്പം ഇവിടെ സമയം 8 ആയോ? 8 ആയില്ലല്ലേ? 7:45 ആയി. അപ്പം എനിക്കൊരു 8:30 ആകുമ്പോഴത്തേക്കും ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ അടുത്ത എയർപോർട്ട്. അപ്പോൾ എവിടെയാണ് പോകണേന്ന് പറഞ്ഞില്ലല്ലേ. മേ ബി ഞാൻ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതിനാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എവിടെയാണ് പോണേന്നുള്ളത്. കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ഭയങ്കര പീപ്പിൾ ഷൈ ആണ്. എനിക്ക് ക്യാമറ പിടിച്ച് സംസാരിക്കൽ ഭയങ്കര മടിയുള്ള കേസ്. സോ ഐ എം ഗെറ്റിംഗ് മൈ ട്രെയിൻ ഫ്രം ഈസ്റ്റ് ക്രോയ്ഡൺ സ്റ്റേഷൻ. എൻ്റെ ഫ്ലൈറ്റ് ഗാറ്റ്വിക്ക് എയർപോർട്ടിലാണ്. ക്രോയ്ഡണിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്ക് ജസ്റ്റ് 20 minutes ബൈ ട്രെയിൻ. ആൻഡ് ഐ കുഡൻ ചെക്ക് ഇൻ ഓൺലൈൻ. എനിക്കറിയില്ല അത് എന്താ പറ്റിയെന്നുള്ളത്. ഞാൻ കപ്പിൾ ഓഫ് ടൈംസ് ട്രൈ ചെയ്തു, ബട്ട് പറ്റിയില്ല. സോ വേഗം പോയി കഴിഞ്ഞാൽ പരിപാടിയൊക്കെ തീർത്തതിനൊരു സമാധാനമായിട്ടിരിക്കാം. ഞാൻ വരുന്നു ചോദിച്ചില്ലേ? എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാണ്ട് ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞാൻ ഈ സ്ഥലത്തോട്ട് പോവാണ്. എൻ്റെ അടുത്ത് വണ്ണുണ്ടോയെന്നോ ഒന്നും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ഹോളിഡേ അവൈലബിൾ ഉണ്ടോ, വരുന്നുണ്ടോ, പോയാലോ, ഇതൊന്നും ചോദിച്ചില്ല. അപ്പോൾ ചെക്ക് ഇൻ ഒക്കെ വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കര സ്മൂത്തായിരുന്നില്ല. കുറച്ച് ടെൻഷൻ നിറഞ്ഞ വഴികളിലൂടെയൊക്കെ ഞാൻ കുറച്ച് സമയം കൊണ്ട് കടന്ന് പോയി. എനിക്കല്ല ടെൻഷൻ ഉണ്ടായത്, ഇവനാ ടെൻഷൻ ഉണ്ടായത്. അയ്യോ അവനാ ടെൻഷൻ ഉണ്ടായത്. എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ അവർ ഡിലേ ആക്കുവാണെങ്കിൽ വല്ല ബിസിനസ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ തരുമോ എന്നൊക്കെ ചോദിച്ച് പോവാന്ന് വിചാരിച്ചേക്കായിരുന്നു. ചോദിക്കാൻ പറഞ്ഞ ഞാനാണ്, പക്ഷെ ഇവൾ അങ്ങനെ ചോദിച്ചില്ല. ഇല്ല, കാരണം അത് അങ്ങനെ ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല. കുറച്ച് പോലീസുകാർ വന്നിട്ട് അവരെന്തോ ഡ്രില്ലാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടോ ഞാൻ അത്ര വലിയ തോക്കെന്റെ ജീവിതത്തിൽ കാണുന്നത്. തൊട്ടടുത്ത് നോക്കി ക്യാമറ തിരിക്കാനുള്ള ധൈര്യം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിച്ചില്ല. എനിക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നായിരുന്നു എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടും അവർക്ക് എന്തൊക്കെയോ ട്രബിൾ ഉണ്ടായി. ഞാൻ റീസെൻ്റ്ലി എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു, മേ ബി, അറിയില്ല. എന്തോ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകും. ഗേറ്റ് കണ്ടുപിടിക്കണം. ഗേറ്റ് കുറേ നടക്കാനുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ അല്ലേ, അത് വീഡിയോയിൽ കാണിച്ചാൽ പോരെ അല്ലേ നല്ലത്? ഓക്കെ, കണ്ടുപിടിക്കും. മസാല ദോശയുടെ മണം ഇല്ലേ? അപ്പം ഞാൻ ഇമിഗ്രേഷനൊക്കെ പാസ് ചെയ്ത് അപ്പം ഇവിടെ ഗാറ്റ്വിക്ക് എയർപോർട്ടിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഇമിഗ്രേഷൻ്റെ അവിടെ സാധനങ്ങളെടുത്ത് പുറത്ത് വെക്കണമല്ലോ. ലാപ്ടോപ്പ് ആണെങ്കിലും എന്ത് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടെങ്കിലും പുറത്ത് വെക്കണമല്ലോ. അപ്പോൾ അതൊന്നും വെക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്യാമറ ചെയ്യാമെന്നൊന്നും. അതുകൊണ്ട് ആൾക്കാരുണ്ട് എന്നെ നോക്കുന്നു. ഞാനിങ്ങനെയൊന്നും പിടിച്ച് ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര മടി. ഞാനിപ്പം എത്തിയിട്ടുള്ളത് ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ സ്പേസിലാണ്. ഇവിടെ സാധാരണ ഷോപ്പിംഗ് സെൻറ്ററിൽ ഉണ്ടാകുന്നതിനേക്കാളും തിരക്കാണ്, ഭയങ്കര തിരക്ക്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ്
പെട്ടിയൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഓൾറെഡി. ഇത് അടിപൊളിയാണ്, ഗിൽറ്റി. ഇത് ഞാൻ യാസിക്ക് ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂമാണ്. ഇത് കിടിലം പെർഫ്യൂമാണ്. ഗാഡ്ബിക്കെന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹീത്രോന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ട്. ചില സമയത്ത് ഇവർക്ക് ഭയങ്കര ഓഫറൊക്കെ ഉണ്ടോ, 40% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണിച്ചത് 40% ഓഫ്. ഇതൊക്കെ 40% ഓഫാണ്. അത്യാവശ്യം ഭാഗ്യമുണ്ടെങ്കിൽ നല്ല പെർഫ്യൂംസ് ഈ ഓഫിൽ വരും. നല്ല ഹോട്ട് വെതറിലേക്ക് പോവുകയാണെങ്കിൽ ഇത് വാങ്ങാം. ഞാൻ എന്തായാലും എൻ്റെ സൺസ്ക്രീൻ എൻ്റെ ബാഗിൽ ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഗെസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. സ്മെല്ല് ചെയ്ത് നോക്കാം കേട്ടോ. സ്മെല്ല് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ ഇങ്ങനെ കുറേ പെർഫ്യൂംസ് ഒറ്റയടിക്ക് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനെയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റെ മുഖം കണ്ടിട്ട് നമുക്ക് സംസാരിച്ച് പോകാം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ആയിരിക്കും ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. ആൾക്കാരുടെ മുഖത്തേക്ക് ക്യാമറ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വെറുതെ വരണ്ട. ആക്ച്വലി എനിക്ക് ഷോപ്പ് ചെയ്യണമെന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് നോക്കുന്നതിൽ കാര്യമില്ലല്ലോ. ചോക്ലേറ്റ്സ് പല ടൈപ്പ് ചോക്ലേറ്റ്. അപ്പോൾ വലിയ കാര്യമായിട്ട് ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാറില്ല. പണ്ട് എപ്പോഴും അച്ഛൻ കൊണ്ടുവരും. അടിപൊളി. ഇതിൻ്റെ പിസ്താഷ്യോ ഫ്ലേവറാണ് ഞാനിപ്പം. പിസ്താഷ്യോ ആൻഡ് വാനിലയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. വൈറ്റ് ചോക്ലേറ്റ് എന്തോ, പിസ്താഷ്യോ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അത് ഓൾറെഡി വാങ്ങി വെച്ചതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റും ആവശ്യമില്ല. നമുക്ക് നമ്മളെ തന്നെ കണ്ട് പോവാം. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലാത്തത് കൊണ്ടും നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയതുകൊണ്ടും ഒരു പ്രശ്നമില്ല. ഞാൻ ചെന്നൈ വിളിച്ചെന്ന് അവിടെ നിന്നൊരു പുള്ളിക്കാരി കാണാൻ കൊള്ളാം. ഹലോ, യു ഓക്കെ? വേറെ ആരോടുമാണ് ചോദിച്ചത്, ബട്ട് സ്റ്റിൽ ഞാൻ ചെന്നൈ. അയ്യോ, ഇതിപ്പോൾ ഇവിടെ എത്തിയ ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞു. പക്ഷേ ഇപ്പം വലിയ ഒരു ഏരിയ പോലത്തെ ഏരിയയിലേക്ക് എത്തി. ഞാനിപ്പോൾ ആ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി കറങ്ങിയ കറക്കത്തിൽ എല്ലാവരും എൻ്റെ മുഖം നോക്കിയിട്ട് നിൽക്കുക. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം? ഇനി ഗേറ്റ് കണ്ടുപിടിക്കണം. യെസ്, എൻ്റെ ഗേറ്റ് നമ്പർ 102. അപ്പം ഗേറ്റ്സ് 557 ഞാൻ കണ്ടു, 5572 to 574 ഞാൻ കണ്ടു. തീർന്നു. ഇപ്പുറത്തെ സൈഡായിരിക്കണം. യെസ്, 101 to 113. ഓക്കെ, ആ സൈഡിലേക്കാണ്. അങ്ങോട്ട് മാക്രോൺസ് കാണിച്ചു തരാം. കിഡിലും മാക്രോൺസ് കണ്ടിട്ട് കേട്ടോ ഞാൻ കിഡിലെന്ന് പറഞ്ഞത് കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷേ ആ ഒരു പ്രസൻറ്റേഷനിൽ തന്നെ പരിപാടിയുണ്ട്. ഇത് വലിയ മാക്രോണാണ്, ഈ പിസ്താഷ്യോയുടെ വലിയ മാക്രോൺ. ഞാനിപ്പോൾ ഏതോ ഡോറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നു. ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞിനെ കാണുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ നടക്കുന്നുണ്ട് ഇതുവഴി. ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടു ഞാൻ. പക്ഷേ ആരും വരുന്ന കാണുന്നില്ല. ഇപ്പോൾ ഒരാൾ വന്നു, അത് കൊള്ളാം, സമാധാനമായി. നടത്തം തുടരുക. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈറ്റിൽ, വേറെ ആരുമില്ലെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല. സമയം 10:02. കാർമേഘം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഉണ്ടോ? സ്ഥലം കണ്ടതിന് ശേഷം നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് പറയുന്ന പരിപാടിയൊന്നും എന്നെക്കൊണ്ട് പറ്റൂലെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് 2 ഫ്ലൈറ്റ്സ് ക്യാച്ച് ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെ ഞാൻ പോകുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. നോട്ട് ഷുവർ, ബട്ട് Hello, welcome aboard. Thank you. 25, this side. Thank you. ബോർഡ് ചെയ്തു. ഞാൻ
മിഡിലാണ് വരുന്നത്. മിഡിലിന് ഇതിപ്പോൾ 3 rows ആയിട്ടാണ് സീറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിൽ മിഡിലായിട്ടാണ് വരുന്നത്. മിഡിൽ സൈഡിൽ സീറ്റ്. അപ്പോൾ ഇൻ കേസ് ടോയ്ലറ്റിലൊക്കെ പോകണം, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഫുഡും ഞാൻ സ്പെഷ്യൽ മീൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാം. ലോ കാലറി മീൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ആ ഫുഡ് കാണിച്ചു തരാവേ. ഇത് ഇവിടെ ഒരു സാലഡ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ബട്ടർ ആണെന്ന് തോന്നുന്നു, വെജിറ്റബിൾ ഫാറ്റ് സ്പ്രെഡ്. എൻ്റെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് വിത്ത് തൈറോയ്ഡ് കറിയാണ്, പിന്നെ ഒരു ബണ്ണുണ്ട്. വലിയ കാര്യത്തിൽ സ്പെഷ്യൽ റിക്വസ്റ്റൊക്കെ ഇട്ടിട്ട് മീലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു രുചിയും ഉണ്ടായില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നോർമൽ ഫുഡായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്ന പോലെ ആസ്വദിച്ച് കഴിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരോടും ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ലൈറ്റൊക്കെ ഡിം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉറങ്ങിയിട്ട് കാണാം. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു എന്നൊക്കെ പറയണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഞാൻ എങ്ങനെ ക്യാമറ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, എങ്ങനെയും കേട്ട് ഫ്രെയിമിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എഴുന്നേക്കാൻ കാരണം നമുക്കെല്ലാവർക്കും സ്നാക്ക് തന്ന് ഒരു സാൻഡ്വിച്ച് കൊണ്ടു തന്ന്. പക്ഷേ ആദ്യം കഴിച്ച മീലിൻ്റെ ഒരു ഇമ്പ്രഷൻ കാരണം എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് കിട്ടിയത് കുക്കുംബർ മിൻറ്റ് സാൻഡ്വിച്ച്. പക്ഷേ എൻ്റെ ഇത്തവണത്തെ ട്രാവലിൻ്റെ ഫുഡ് ചോയ്സ് മൊത്തം പോയി കിടക്കാം. അപ്പം എനിക്കിതിൽ ഇനിയൊന്നും പറയാനൊന്നും പറ്റില്ല. ഒരു കാര്യം മറന്ന് ഇത്തവണത്തെ ട്രാവലിൽ എൻ്റെ നെക്ക് പില്ലും എടുത്തിട്ടില്ല. പിന്നെ നെക്ക് പില്ലും അല്ലേ മറന്നത് എന്നുള്ളൊരു സമാധാനമായിരുന്നു എനിക്ക്. പക്ഷേ കഴുത്തൊടുക്കത്തെ വേദനയായി. ഞാനിപ്പം ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി ഞാൻ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാം. ചെക്കിനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഓടേണ്ടി വന്നു. ജസ്റ്റ് 1 hour ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ചെക്കിനൊക്കെ കഴിഞ്ഞ് ഓടി ഞാൻ അടുത്ത ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിന് മുന്നേ എനിക്ക് ഒന്ന് വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെ ഫൈനലി ആഫ്റ്റർ മൈ ലോങ് ഫ്ലൈറ്റ് ഞാൻ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ദിസ് ഈസ് വേ ഐ ആം. ഇപ്പം അബുദാബിയിലെത്തി. ഞാനൊരു 10 days ഒരു ഹോളിഡേ വർക്കിൽ നിന്ന് ആനുവൽ ലീവ് എടുത്തിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 10 days വെറുതെ ചുമ്മാ പാരൻസിനൊക്കെ മീറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ എത്തിയതാണ്. ഭയങ്കര ടയേർഡാണ്. ടോട്ടൽ എനിക്കെന്തോ ഒരു 8 hours ട്രാവൽ വന്നത്, ബോത്ത് ഫ്ലൈറ്റ്സ് കൂട്ടിയിട്ട്. സെക്കൻഡ് ഫ്ലൈറ്റ് വാസ് വെരി ഷോർട്ട് വൺ. ആകെ എന്തോ 50 minutes എന്ന് പറയുന്നത് എനിക്ക് 50 minutes ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ജസ്റ്റ് കയറി അപ്പോൾ തന്നെ ലാൻഡ് ചെയ്തു, അങ്ങനത്തെ. പിന്നെ എൻ്റെ ലഗേജും കിട്ടി, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്ഥലമൊക്കെ കാണിക്കുമ്പം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ എവിടെ എത്തിയെന്നുള്ളത്. പക്ഷേ നല്ല രാത്രി, ഇപ്പം ഓൾമോസ്റ്റ് എന്തോ 11:30 ആയി നൈറ്റ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. കാരണം ഞാൻ അബുദാബിയിൽ എത്തിയത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പാരൻസിൻ്റെ കൂടെ പുറത്ത് പോവുകയാണെങ്കിൽ. എനിക്കറിയില്ല, ആകെ 10 days ഉള്ളൂ. ഞാനങ്ങനെ ഒന്നും പ്ലാൻഡ് അല്ല. എൻ്റെ 2-3 ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, ബട്ട് അതൊന്നും നടക്കുമെന്ന് അറിയില്ല. ഞാൻ അവരെ ഒന്നും ഞാൻ കോൺടാക്ട് ചെയ്തില്ല. ഞാൻ ആരോടും പറയേണ്ടത്, ആകെ അച്ഛനമ്മക്ക് മാത്രമേ അറിയുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. ഇനിയും വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഫാമിലീനെ കണ്ടുമുട്ടിയിരിക്കുന്നത്.